ഈ കോൺഗ്രസ്സുകാരുടെ കാര്യം ആലോചിക്കുമ്പോഴേ തൊലിക്കട്ടിയുടെ കാര്യത്തിൽ ഇത്രയും സമ്മതിക്കണം. എൻ്റെ പൊന്നു, ജനങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടേ ഇപ്പം അവസാനം കോമഡിക്കാർ പറയുന്ന പോലെ 150 കലണ്ടർ കൊടുക്കാമെന്നു. ഏത് ആകാശത്ത് കൊടുത്തിടാൻ വേണ്ടിയിട്ടേ. ഇങ്ങനൊരു നെറികെട്ട വർഗം. നമ്മൾ കോൺഗ്രസിനെ സ്നേഹിച്ചിരുന്ന ആളുകൾ തന്നെയാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ നടത്തിയൊരു പ്രസ്ഥാനമാണ്. ഇന്ത്യയിൽ എല്ലാ ഗ്രാമാന്തരങ്ങളിൽ സ്വാധീനമുള്ളൊരു പാർട്ടിയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിലൊന്നും തർക്കമില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി വളരെ വലിയ സേവന പ്രവർത്തനങ്ങൾ നടത്തിയൊരു പാർട്ടിയാണ്. പക്ഷെ അതിനൊരു അവസ്ഥ വർത്തമാന കാലഘട്ടത്തിൽ മാത്രമല്ല, ഏതാണ്ട് ഇന്ദിരാഗാന്ധിക്ക് ശേഷം, ഇന്ദിരാഗാന്ധിയുടെ ഒരു കാലഘട്ടം വരെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതിന് ശേഷം ഇങ്ങോട്ട് അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു വശത്ത് വർഗീയത, തരാതരം. BJP അത് പരസ്യമായിട്ട് പറയുന്നു എങ്കിൽ ഇവരത് രഹസ്യമായിട്ട് ചെയ്യുന്നു. BJP ഹിന്ദുത്വ വർഗീയതയെ പ്രൊമോട്ട് ചെയ്യുകയാണ്. ഇവരത് രഹസ്യമായി ചെയ്യുന്നു. മൃദു ഹിന്ദുത്വം അത് അവസരത്തിനനുസരിച്ചാണ്. രാജീവ് ഗാന്ധിയാണ് ബാബരി മസ്ജിദിനകത്ത് അത് ഭൂരിപക്ഷ സമുദായത്തിന് തുറന്നു കൊടുത്തത്, അവിടെ വിഗ്രഹം വെക്കാൻ അവസരം കൊടുത്തത്. നരസിംഹറാവുവാണ് തകർക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒത്താശ ചെയ്തു കൊടുത്തത്. ഇത് മനസ്സിലാവാത്തത് മുസ്ലിം ലീഗിന് മാത്രമാണ്. വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത മലപ്പുറത്തെ കുറച്ച് മുസ്ലിം ലീഗുകാർ, ബാക്കിയുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. ആ ബാബരി മസ്ജിദ് പൊളിച്ചതുപോലും ഒരുപക്ഷെ ഈ പറഞ്ഞ മുസ്ലിം ലീഗുകാർ അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും അവിടെ ബാബരി മസ്ജിദ് ഉണ്ടെന്നാണ് ഇവരുടെ വിചാരം. മനുഷ്യനൊന്നുകിൽ വിദ്യാഭ്യാസം വേണം, അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കി സത്യം തിരിച്ചറിയാനുള്ള വിവേകം വേണം, വിവരം. അതിപ്പോൾ ഔപചാരിക വിദ്യാഭ്യാസത്തിലൂടെ വേണമെന്നില്ല, ഏത് രൂപത്തിലാണെങ്കിലും ശരി. അതില്ലെങ്കിൽ പിന്നെ രക്ഷയില്ല. കോൺഗ്രസ് നടത്തുന്ന എല്ലാ നെറികേടുകൾക്കും ഒത്താശ ചെയ്തുകൊണ്ട് സമുദായ പാർട്ടിയുണ്ട്. അവരുടെ പേരിൽ മുസ്ലിം ഉണ്ട് എന്നുള്ളതുകൊണ്ട് മുസ്ലിമുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. നെയ്യപ്പത്തിൽ നെയ്യുണ്ടെന്ന് വിശ്വസിക്കുന്നത് പോലെയാണ്. അത്രയേ ഉള്ളൂ മുസ്ലിം ലീഗിൽ മുസ്ലിമിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. ഈ സമുദായത്തെ പറ്റിച്ചുകൊണ്ട് ജീവിക്കുകയാണ് കുറച്ച് നേതാക്കൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കോൺഗ്രസിനെ കുറിച്ചാണല്ലോ. അവസരത്തിനനുസരിച്ച് തരാതരം പോലെ ഹിന്ദു വർഗീയത അവരുപയോഗപ്പെടുത്തുന്നു. കേരളത്തിലാണെങ്കിൽ മലപ്പുറത്തും കോഴിക്കോടും ഉൾപ്പെടെ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ മുസ്ലിം വർഗീയതയെ തരാതരത്തിന് ഉപയോഗിക്കുന്നു. SDP തുടങ്ങിയിട്ടുള്ള വഹാബികൾ തുടങ്ങിയിട്ടുള്ള മുസ്ലിം സമുദായത്തിലെ മതരാഷ്ട്രവാദികളെയും ഭീകരവാദികളെയും ഒക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് അതിനെ വോട്ടാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടതല്ലേ. മറുവശത്ത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ 2014 ആദ്യമായിട്ട് നരേന്ദ്രമോദി സർക്കാർ വരുന്നത്. അവർ
പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്നു, അല്ലെങ്കിൽ കോർപ്പറേറ്റുകളുടെ നികുതി എഴുതി തള്ളുന്നു. നേരെമറിച്ച് കർഷകർക്ക് ആശ്വാസം നൽകുന്ന ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. കർഷകരുടെ നികുതി അല്ലെങ്കിൽ അവരുടെ കടം എഴുതിത്തള്ളാൻ തയ്യാറല്ല, അവർ ആത്മഹത്യ ചെയ്യുന്നു. ഇതൊക്കെ പറയുമ്പോൾ ഇതിനൊക്കെ തുടക്കം കുറിച്ചത് കോൺഗ്രസ്സാണ്. മൻമോഹൻ സിംഗിൻ്റെ കാലത്താണല്ലോ ഉദാരവൽക്കരണ നയനിലപാടുകളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അന്ന് നഷ്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് മൻമോഹൻ സിംഗ് വിറ്റിരുന്നതെങ്കിൽ ഇന്നത് ലാഭത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, വിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അന്ന് ഡീസൽ വില നിർണ്ണയിക്കാനുള്ള അവകാശം മൻമോഹൻ സിംഗ് പെട്രോളിയം കമ്പനികൾക്ക് കൊടുത്തു. നരേന്ദ്രമോദി വന്നപ്പോൾ അത് പെട്രോളിനും കൂടി ഉൾപ്പെടുത്തി. ഡീസൽ മാത്രമല്ല, പെട്രോളും കൂടി അതിൻ്റെ വില നിശ്ചയിക്കാനുള്ള അവകാശം പെട്രോളിയം കമ്പനികൾക്ക് കൊടുത്തു. ഇതാണ് വ്യത്യാസം. ഇതിനൊക്കെ തുടക്കം കുറിച്ചിട്ടുള്ളത് കോൺഗ്രസ്സാണ്. അപ്പോൾ കോർപ്പറേറ്റുകളെ താങ്ങി നിർത്തുകയും അവരുടെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുകയും ചെയ്യുക. അല്ല, കോർപ്പറേറ്റുകൾ വേണ്ടെന്നല്ല, കോർപ്പറേറ്റുകൾ വേണം, മുതലാളി വേണം. മുതലാളി ഉണ്ടെങ്കിലുള്ള തൊഴിലാളിക്ക് ജോലി ഉണ്ടാവുള്ളൂ. പക്ഷേ ആ മുതലാളി തൊഴിലാളിയെ എങ്ങനെ മനുഷ്യരെ കാണണം? അവന് ജോലിയോടൊപ്പം അവനെന്ത് വേണം? വിശ്രമം കൂടി വേണം, അല്ലേ? 8 മണിക്കൂർ ജോലി, അത് കഴിഞ്ഞാൽ വിശ്രമിക്കാനുള്ള അവസരം വേണം. അവന് മാന്യമായ ശമ്പളം കൊടുക്കണം. അല്ലാതെ തൊഴിലാളി എന്ന് പറയുന്ന അടിമയും മുതലാളി എന്ന് പറയുന്ന ഉടമയും അല്ലല്ലോ. ഇവിടെ അതാണ് പ്രശ്നം. കോർപ്പറേറ്റുകളെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുക, അവിടെയാണ് പ്രശ്നം വരുന്നത്. കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിക്കണം, അതിനൊപ്പം തന്നെ തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം. ഇത് പരസ്പര കൊടുക്കൽ വാങ്ങൽ പൂരകമാണല്ലോ. തൊഴിലാളി തൊഴിൽ ഉടമ ബന്ധമെന്ന് പറയുന്നത്, തൊഴിലാളിയും ഉടമയും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് അങ്ങനെയാണ്. പരസ്പര പൂരകങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന 2 ഘടകങ്ങളാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്നിട്ടും ചില ആളുകൾക്കത് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് അവരുടെ വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി, അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി. പക്ഷേ ഇവർക്ക് വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ജനങ്ങളുണ്ടല്ലോ, പ്രത്യേകിച്ച് കേരളത്തിലെ പോലെ വിദ്യാഭ്യാസം വിവരമുണ്ടെന്നൊക്കെ പറയുന്ന ആളുകൾ 100% സാക്ഷരരാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള സമൂഹമാണ് കേരളത്തിലുള്ളത് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ എന്നിട്ടും ഇവർ ചെയ്യുന്ന നെറികേടുകൾ എന്തുകൊണ്ട് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഓരോ വിഷയങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും യാതൊരു തരത്തിലും നമുക്ക് യോജിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. രാഷ്ട്രീയമൊക്കെ മാറ്റി ചിന്തിച്ചാൽ മതി. ഇപ്പോൾ തുടങ്ങും. ഇപ്പോൾ ഈ നിയമസഭാ ഇലക്ഷൻ വരില്ലേ, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, അങ്ങനെ തുടങ്ങി എല്ലാവരും ഇപ്പോൾ എത്തും തിരുവനന്തപുരത്ത്. മുഖ്യമന്ത്രിയുടെ വീടിന് മുമ്പിൽ ഒരു ഷെഡ് ഉണ്ടാക്കി അവിടെ താമസം തുടങ്ങും. ബിരിയാണി ചെമ്പിൽ സ്വർണം കൊണ്ടുവന്നു, ഖുർആനിനകത്ത് സ്വർണം കൊണ്ടുവന്നു, ഈന്തപ്പഴം കുരുമാറ്റി അതിനകത്ത് സ്വർണം കൊണ്ടുവന്നു, ഡിപ്ലോമാറ്റിക് വാതിലിലൂടെ സ്വർണം കൊണ്ടുവന്നു. എല്ലാ കേസുകളും ഇപ്പോൾ എടുക്കും. ഇപ്പം എല്ലാവരും ഉറക്കത്തിലാണ്. പെട്ടെന്നൊരു ഞെട്ടിയൊരു എണീക്കലാണ് ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ. പിന്നെ മാധ്യമങ്ങളെല്ലാം അതിന് പുറകെയാണ്. അന്തിച്ചർച്ചയും പാതിരാ ചർച്ചയും തുടങ്ങി, മുള്ളു മുരുക്ക് മൂർക്കൻ പാമ്പ് തുടങ്ങി എല്ലാ പൈശാചിക ശക്തികളും ഉണർന്നെണീക്കും. എങ്ങനെ എങ്കിലും ഈ ഇടതുപക്ഷ സർക്കാരിനെ ഇനിയും വരാൻ അനുവദിക്കരുത്. അങ്ങനെ ഇടതുപക്ഷ സർക്കാർ വീണ്ടും വന്നാൽ കോർപ്പറേറ്റുകളുടെ നില പരുങ്ങലിലാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി.
നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്വകാര്യ ആശുപത്രികൾ, ആസ്റ്റർ മെഡിസിറ്റി ആവട്ടെ, അല്ല അതുപോലെയുള്ള മറ്റു പഞ്ചനക്ഷത്ര സൗകര്യങ്ങളുള്ള ആശുപത്രികൾ ഇടതുപക്ഷ സർക്കാർ വരുമ്പോൾ തീർച്ചയായും ഇവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, വിദ്യാഭ്യാസ മേഖലക്കും ആരോഗ്യ മേഖലക്കുമാണ് ഈ സർക്കാർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം സമൂഹത്തിന് വിദ്യാഭ്യാസം വേണം, അതുപോലെ ആരോഗ്യമുള്ളൊരു സമൂഹമായിരിക്കണം, എന്നെങ്കിലാണല്ലോ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുള്ളൂ. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ആദ്യമായിട്ട്, നമ്മുടെ രാജ്യത്ത് തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഒരു ജില്ലാ ആശുപത്രിയിലാണ് നടക്കുന്നത്. ആലോചിച്ച് നോക്കും നിങ്ങൾ. അപ്പോൾ ഇങ്ങനെ ആരോഗ്യ മേഖലയിൽ സ്വകാര്യ ആശുപത്രികൾക്ക് വലിയ നഷ്ടമാണ്. പല ആളുകളും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, മറ്റു ചികിത്സക്കുമൊക്കെ ഇപ്പോൾ സർക്കാർ ആശുപത്രികളെയാണ് ആശ്രയിക്കുന്നത്. അത് പൂർണ്ണമായും ഇല്ലാതാക്കി സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി കൊടുക്കുന്നൊരു സമീപനം കോൺഗ്രസ് വന്നാലും ഉണ്ടാവും. വിദ്യാഭ്യാസ മേഖലയിലും അങ്ങനെ തന്നെ. അപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞാൽ ജനങ്ങൾക്ക് കൊള്ളാം, അതല്ല ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട്. എന്ത് പറയാൻ.